ഹലോ. അപ്പം ഇപ്പൊ സമയം എത്രയാട്ടാ? സമയം 9:30. രാത്രി 9:30ആയി. അപ്പൊ ഞാൻ കുറച്ച് നേരത്തെ കുളിച്ചത്. ഇപ്പൊ കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോ എനിക്ക് എന്തോ ബിരിയാണി തിന്നാൻ ഭയങ്കര കൊതി. ഇപ്പൊ ബിരിയാണിന്റെ അരി വാങ്ങാൻ പോയ ആള് എന്താ പറയാ, മന്തി അരി വെച്ചാല് നീണ്ട ബിരിയാണി ഇല്ലേ, മറ്റേ തമിഴ്നാട് സ്റ്റൈല് ബിരിയാണി, ഈ തിരുവനന്തപുരം ഭാഗത്തൊക്കെ കാണുന്ന ആ അരി വാങ്ങണം എന്ന് പറഞ്ഞിട്ട് മന്തിന്റെ അരി വാങ്ങി വന്നിട്ടുണ്ട്. മന്തിന്റെ അരിയാണെന്ന് എനിക്ക് ഒരു ഡൗട്ട് ഉണ്ട് കേട്ടോ. ഞാൻ ഇതുവരെ അങ്ങനത്തെ അരി കണ്ടിട്ടില്ല. നീളമുള്ള അരിയാണ്, മന്തി അരി പോലെ തന്നെ ഉണ്ട്. അതെങ്ങനെ ഉണ്ടാക്കേണ്ടത് പോലും എനിക്ക് അറിയില്ല. എന്തായാലും ഒരു പരീക്ഷണം നടത്തി നോക്കാം അല്ലെ, എങ്ങനെ ഉണ്ടാക്കുന്നത്. ഞാൻ എൻ്റെ ഒരു ഇത് വെച്ചിട്ട് ഞാൻ ഒരു ബിരിയാണി ഇപ്പം എന്തായാലും തട്ടിക്കൂട്ടാൻ പോണേ. രാത്രി ഞങ്ങൾക്ക് 2 പേർക്കല്ലേ വേണ്ടുള്ളൂ. അപ്പം ബിരിയാണി ഉണ്ടാക്കാം അല്ലെ. അപ്പൊ നമുക്ക് കിച്ചണിലേക്ക് പോവാം. ഇപ്പൊ നമ്മൾ അടുക്കളയിലെത്തി. ഇതായിട്ട് അരി കുറച്ച് സമയം പുതിർത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് സമയമല്ല, കുറച്ച് കൂടുതൽ സമയം പുതിർത്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് മന്തി റൈസ് തന്നെയാണ്. ഭയങ്കര ഡൗട്ട് ഉണ്ട്, ഇത് എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് എനിക്ക് അറിയില്ല. ആദ്യം നമുക്ക് ചോറ് വേവിച്ചിട്ട് അല്ലേ, വേറെ സെപ്പറേറ്റ് വെള്ളത്തിൽ ചോറ് വേവിച്ചിട്ട് മസാല ഉണ്ടാക്കി അതിനകത്ത് മിക്സ് ചെയ്തിട്ട് ഒരു ഉഡായിപ്പ് ബിരിയാണി ഉണ്ടാക്കാം. എന്റെ എല്ലാം ഉഡായിപ്പാണല്ലോ. എന്റെ എല്ലാം ഉഡായിപ്പാണ്. വെള്ളം നമുക്ക് ഈ ചെമ്പില് വെള്ളം അടുപ്പിൽ വെക്കാം കേട്ടോ. അടുപ്പിൽ വെച്ചിട്ട് നന്നായിട്ട് തിളച്ചിട്ട് അരി ഇട്ടിട്ട് വേവിച്ചിട്ട് ഊറ്റാം. അതാണ് എൻ്റെ ഒരു മനസ്സിലുള്ളത്. അപ്പോൾ ഇതിനകത്ത് ഉപ്പ് ഇടണം, കുറച്ച് ഓയിൽ ഒഴിക്കണം. തിളച്ചിട്ട് ഇട്ടാൽ മതി തോന്നും. അല്ലാതെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ആയിക്കോട്ടെ. കുറച്ചുകൂടെ ഉപ്പ് ഇട്ടോ. നമുക്ക് എന്തുണ്ടാക്കാം, ചിക്കൻ മസാല ഉണ്ടാക്കാവേ. നമ്മളിവിടെ വെള്ളം തിളക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. സച്ചിനേട്ടന് വീണ്ടും കഷ്ടപ്പാട്. ഏട്ടാ കഷ്ടപ്പാടായിപ്പോയോ? ഉറക്കം വരുന്നുണ്ട്. എന്താ വരുന്നത്, വിശപ്പാണോ? ഫുൾ മൂഡ് ഓഫ് ആട്ടോ ഏട്ടെ. ഒന്നാമത് വിശപ്പുണ്ട്, പിന്നെ ഉറക്കം വരുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ പെട്ടെന്ന് ഉണ്ടാക്കണം, അതുകൊണ്ട് പെട്ടെന്ന് കട്ട് ചെയ്ത് പെട്ടെന്ന് ഉണ്ടാക്കാം. ഉള്ളി, തക്കാളി, മല്ലിച്ചപ്പ്, പുതിന, ഇത്ര സാധനം മതി. ആക്കെ ഉണ്ട്, പേസ്റ്റ് ഉണ്ട്. നമ്മുടെ വെള്ളം തിളച്ചെന്ന് തോന്നുന്നു കേട്ടോ. വെള്ളം തിളച്ച് കഴിഞ്ഞ് ഇതിനകത്തേക്ക് അരി ഇടാം. അപ്പൊ നമ്മൾ അരി ഇട്ടു കേട്ടോ. അരി ഇട്ടു. ഇനി ഇതൊന്ന് വെന്തോട്ടെ. സമയം ഒരു 10 ആകാൻ പോകുന്നതുകൊണ്ട് എല്ലാം ഒരു ഹറി ബെറി പരിപാടി കേട്ടോ. അപ്പൊ നമ്മള് ഏട്ടൻ കുറച്ച് ഇതൊക്കെ മുറിച്ച് തന്നിട്ടുണ്ട്. വേറെ സലാഡിനുള്ള കഷ്ണങ്ങളൊക്കെ അരിയാട്ടോ ഏട്ടൻ. അപ്പൊ നമുക്ക് വേഗം പെട്ടെന്ന് മസാല ഉണ്ടാക്കാം. ചോറ് ഉണ്ടാകുമ്പോഴത്തേക്ക് ചോറ് നല്ലോണം തിളയ്ക്കുന്നുണ്ട്. മന്തിച്ചോറാണോ ബിരിയാണി ചോറാണോ അറിയില്ല, എന്തായാലും ചോറ് ഉണ്ടാക്കാം. എടുക്കാമെന്ന് വിചാരിച്ചത്. സമയമില്ലാത്തതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് മസാല കുക്കറിനകത്ത് ഇട്ടിട്ട് ഇറച്ചിയൊക്കെ ഇട്ടിട്ടെ പെട്ടെന്നൊന്ന് വേവിച്ചെടുക്കാം അല്ലെ. സമയം ഒട്ടുമില്ല. അപ്പൊ നമ്മൾ കഴുകി വെച്ച ചിക്കനാണ്. ഒന്നുകൂടെ ഒന്ന് കഴുകിയിട്ട് പെട്ടെന്ന് ഇതാക്കിയെടുക്കാം. ഈ ചിക്കൻ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ചിക്കൻ ഇട്ട് കൊടുത്തു. ഇത് ചിക്കന് ആവശ്യമുള്ള ഉപ്പ്, മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി വേണമെങ്കിൽ, മഞ്ഞൾപ്പൊടിയാണ്. പിന്നെ നമ്മുടെ ബിരിയാണി മസാല ഉണ്ട്, മറ്റേ പാക്കറ്റ് ബിരിയാണി മസാല. അത് കുറച്ചൊന്നും ഇട്ട് കൊടുക്കാം. അത് ഗരം മസാല,
കുറച്ച് മല്ലിച്ചപ്പ് പുതിനയും ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ അകത്തേക്ക് അരി തിളക്കുന്ന വെള്ളമില്ലേ അത് ഒഴിച്ചു കൊടുക്കാം. ഇനി അടച്ച് വെച്ചിട്ടൊരു രണ്ട് വിസില് ഫ്ലെയിമിൽ തീ കുറച്ചിട്ട് 2 വിസില് വേവിച്ചെടുക്കാം. അപ്പോഴത്തേക്ക് നമ്മുടെ അരി ആയിട്ടുണ്ട് തോന്നുന്നു കേട്ടോ. അരി ആയിട്ടുണ്ട്. ഇത് നമുക്ക് കോരി എന്താ പറയാ വെള്ളം ഇല്ലാതെ കോരി മാറ്റാം കേട്ടോ. നോക്കി നോക്കല്ലേ. അയ്യോ ഇതിൻ്റെ കൂടെ പോലെ വാക്കുന്നുണ്ടാവില്ല അമ്മക്കറിയാം. അമ്മേനെ വിളിക്കുന്നല്ലേ. അപ്പൊ നമ്മളെ കൊണ്ടാവാത്തോണ്ട് അരി വാർക്കാൻ വേണ്ടിട്ട് അമ്മേനെ വിളിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് കൊണ്ട് കോരാൻ പറ്റുന്നില്ല. അപ്പൊ ഒന്ന് വാർത്തെടുക്കാം. അമ്മയുടെ കൊണ്ട് വാർത്തിട്ടെ. അമ്മ വാർക്കുന്നുണ്ട് കേട്ടോ. എന്താക്കി ഉള്ളി കാണിച്ചേ? ഉള്ളി പച്ചമുളക് ഇത് തൈര് ഒഴിച്ചിട്ട് ഉപ്പ് കൊണ്ട് ഉണ്ടാക്കി വെച്ചോ. ഈ സൈഡിലൊന്നും അപ്പൊ നമ്മുടെ മസാല അല്ല ഇറച്ചി ഏകദേശം വന്നിട്ടുണ്ട്. ഇറച്ചി ചിക്കൻ ഇതൊക്കെ ഇട്ടിട്ടുള്ളത് അത് നമ്മൾ വേറെ പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ. ചോറിട്ട് മിക്സ് ചെയ്യാൻ വേണ്ടിട്ട് ഇതൊന്ന് തിളയ്ക്കുന്നുണ്ട്. ഈ തിളയ്ക്കുമ്പോഴത്തേക്കും നമുക്ക് എന്ത് പോയിട്ട് ആ ചോറില്ലേ അല്ലേ, ആ ചോറിനകത്തിട്ട് മിക്സ് ആക്കിയിട്ട് നെയ്യൊക്കെ ഇട്ടിട്ടുണ്ട് റെഡിയാക്കാം. അമ്മ ഊറ്റിയ ചോറ് നമുക്ക് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ കുക്കറൊന്ന് മാറ്റും കേട്ടോ. ഏട്ടൻ ഈ ചോറിനകത്ത് ചെരിഞ്ഞു കൊടുക്കും. ഇപ്പം നമ്മളെ കൊണ്ടാവാത്തോണ്ട് ഏട്ടൻ ഈ ചോറ് ഇതിനകത്തേക്ക് ചെരിയ കേട്ടോ. ചൂടുണ്ട്, ശ്രദ്ധിച്ച്. നല്ല ചൂടുണ്ടല്ലേ. ഓക്കെ ചോറ് ഒരുപാടുണ്ട്. ഫുള്ളിട്ടോ അല്ലാണ്ട് ഇപ്പൊ എന്താ അവിടെ നിൽക്ക്. അന്ന് അവിടെ നിൽക്ക്, നമുക്ക് നോക്കാം. ചോറ് കുറച്ചുകൂടെ എടുത്തു വെച്ചാലോ അല്ലേ. ഇങ്ങോട്ട് പോകാം, കാണുന്നില്ല. ചോറ് നന്നായിട്ട് ഇളക്കി നോക്കാം. അവിടെ ഉണ്ടല്ലോ ഏകദേശം അങ്ങോട്ട്. തമിഴ്നാടൻ ബിരിയാണി. ഇത് മന്തി ബിരിയാണി എന്ന് പറയും. കാരണം എന്താ വെച്ചാൽ മന്തിന്റെ അരി ഞങ്ങൾ വാങ്ങിക്കൊണ്ടുവന്നത് നമ്മളുണ്ടാവും. മന്തിന്റെ അരിയും ബിരിയാണിന്റെ അരി സെപ്പറേറ്റ് അല്ലേ. ബാക്കി ഇത്രയും ചോറുണ്ട്. നമ്മൾ എന്താക്കി ഫുള്ള് എന്താ പറയാ മിക്സാക്കി ഒന്ന് തിന്നോട്ടെ. നമുക്ക് കുറച്ച് എന്താ പറയാ മല്ലിച്ചപ്പും പുതിന ഇട്ട് കൊടുക്കണം. മുന്തിരി അണ്ടിപ്പരിപ്പ് അന്ന് ഇടുന്നില്ല, അന്ന് വേണ്ട. മുന്തിരി ഉണ്ട്, അണ്ടിപ്പരിപ്പൊന്നുമില്ല. പിന്നെ കുറച്ച് ഡാൽഡ ഒഴിച്ചു കൊടുക്കാം അല്ലേ. ഡാൽഡ ഉണ്ടല്ലോ കട്ടയായി പോയിട്ടുണ്ട് കേട്ടോ. കുറച്ച് അങ്ങനെ അവിടെ ഒക്കെ ഇട്ട് കൊടുക്കാം. ലാസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ചൂടാക്കിയത് RKG കിട്ടുന്നില്ല. നല്ല RKG ഇട്ട് കൊടുക്കുക. കട്ടയായി പോയിട്ടുണ്ട്. മതിയാവല്ലേ? മതിയോ അല്ലേ? ഇതൊന്ന് ചൂടാക്കുമ്പോ അങ്ങ് റെഡിയാവും. ചെറിയ ഫ്ലെയിമിൽ ഇട്ടിട്ട് എന്താ പറയാ എല്ലാം മിക്സ് ആക്കിയിട്ട് ഒന്ന് കുറച്ച് സമയം അടച്ചു വെക്കാം. അല്ല ഒരു 2-3 മിനിറ്റ് അടച്ചു വെക്കാം.
ചോറ് നമുക്ക് എന്താ പറയുക കുറച്ച് ചോറുണ്ട്. അതെന്നാണ് ഞാൻ എന്തെങ്കിലും ഉണ്ടായി കഴിച്ചോളാം. അപ്പം ഇത് ഫ്രിഡ്ജിനകത്തേക്ക് മാറ്റി വെക്കാം. അപ്പം ഇതാകുമ്പോഴത്തേക്ക് ഏട്ടൻ പോയി കുളിച്ചിട്ടോ അതിൻ്റെ നമുക്ക് ഫുഡ് കഴിക്കാം. നമ്മൾ എടുക്കുകയാണ് ദമ്മെല്ലാം നമ്മൾ അടച്ച് വെച്ച് എടുക്കുകയാണ്. നല്ല മണം ഉണ്ടല്ലേ? വേണ്ടോ ജയിച്ചിട്ടു മാറാ. ജയിച്ചു അടിപൊളിയായിട്ടുണ്ടല്ലേ? കാണാമെന്ന് കഴിക്കാൻ ജയിച്ച് രണ്ടിപ്പോ വേണമെന്നില്ലേ? എനിക്ക് വേണ്ട. നീ വെച്ചോ. ബിരിയാണി സെറ്റായിട്ടുണ്ട്. പിന്നെ ഇത് ഉച്ചക്കത്തെ കറിയാട്ടോ. ഉച്ചക്കത്തെ ചിക്കൻ്റെ ചെറിയ കുറച്ച് മസാല, പിന്നെ കുറച്ച് തൈര് രാത്രി ഞാൻ അധികം എടുക്കുന്നില്ല. പിന്നെ പപ്പടത്തിൻ്റെ ചെറിയ കഷ്ണം. ഓ തൈര് പെരിപ്പോ വേണ്ട. കഴിച്ചോ വേണ്ട? തമിഴ്നാട് സ്റ്റൈൽ ബിരിയാണി പോലെ തന്നെ ഉണ്ട്. തമിഴ്നാടല്ല, ആ ഒരു സ്റ്റൈൽ ബിരിയാണി അടിപൊളി. ഏട്ടൻ കഴിക്കുമ്പോൾ ഞാൻ വീഡിയോ എടുക്കാം. സംഭവം അടിപൊളിയുണ്ട്. ഇഷ്ടപ്പെട്ടോ? കുഴപ്പമില്ല. ചള്ളാതാണ് അപാര ടേസ്റ്റ്. നിങ്ങൾ ഉണ്ടാക്കിയുണ്ടല്ലേ? ബാക്കിയൊക്കെ അടിപൊളിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ